Hi all, welcome back to our YouTube channel MJ and PJ Commerce Classes. +1 അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് ബേസിക് ടേംസ് പഠിക്കുന്നുണ്ട്. ഈ ടേംസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന ചാപ്റ്ററുകൾ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏതൊക്കെ ടേംസ് ആണ് അതിൽ പറയുന്നത്, അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അസറ്റ്. Assets are economic resources of an enterprise that can be usefully expressed in monetary terms. ഒരു ഓർഗനൈസേഷനിലെ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന എക്കണോമിക് റിസോഴ്സസിനെയാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്നതും അതുപോലെ തന്നെ സ്ഥാപനത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സഹായിക്കുന്നതുമായ വസ്തുക്കളെ അസറ്റ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, വെഹിക്കിൾസ്, മെഷീനറി എക്സെട്ര. വെഹിക്കിൾസ് ആണെങ്കിലും മെഷീനറി ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്, മെഷീനറി യൂസ് ചെയ്യുന്നത് നമ്മൾ പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ഈ പ്രൊഡക്ഷൻ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെല്ലാം മെഷീനറി ആണെങ്കിലും വെഹിക്കിൾസ് ആണെങ്കിലും ഫേർണിച്ചർ ആണെങ്കിലും എല്ലാം നമ്മൾ അസറ്റ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം ബാലൻസ് ഷീറ്റിന് രണ്ട് സൈഡ്സ് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലാബിലിറ്റീസും റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ്സും ആണ് കാണിക്കുക. അപ്പോൾ അസറ്റ്സ് എപ്പോഴും ബാലൻസ് ഷീറ്റിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് കാണിക്കേണ്ടത്. അസറ്റ്സിനെ ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ലിക്വിഡ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ് എന്നിങ്ങനെ തരംതിരിക്കാം. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ടേം, ലാബിലിറ്റീസ്. Liabilities are obligations or debts that an enterprise has to pay at some time in the future. ഭാവിയിൽ തിരിച്ചടയ്ക്കേണ്ടതായ ബാധ്യതകളെയാണ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം ക്രെഡിറ്റിന് റോ മെറ്റീരിയൽസ് വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം തിരിച്ചടയ്ക്കേണ്ട ബാധ്യതകളാണ്. ഇതെല്ലാം ലാബിലിറ്റീസ് ആണ്. ലാബിലിറ്റീസിനെ നോൺ കറൻറ്റ് ലാബിലിറ്റി, കറൻറ്റ് ലാബിലിറ്റി എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. നോൺ കറൻറ്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലോങ് ടേം ലാബിലിറ്റി. അതായത് ഒരു വർഷത്തിന് ശേഷം അടയ്ക്കേണ്ട ബാധ്യതകളെയാണ് നോൺ കറൻറ്റ് ലാബിലിറ്റി എന്ന് പറയുന്നത്. അതേസമയം കറൻറ്റ് ലാബിലിറ്റി ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കേണ്ട ബാധ്യതകളെയാണ് കറൻറ്റ് ലാബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടേം, ക്യാപിറ്റൽ. എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ഫേം ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. It may be brought in the form of cash or assets by the owner for the business entity. ബിസിനസ്സിൽ അതിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർ ഇൻവെസ്റ്റ് ചെയ്ത പണമോ അതിന് തുല്യമായ വസ്തുക്കളെയോ ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ക്യാഷായോ അസറ്റ്സായോ ഇൻവെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഡ്രോയിങ്സ്. Withdrawal of money or goods by the owner from the business for personal use is known as drawings. Drawings reduces the investment of the owners. ഒരു ബിസിനസ്സിൽ നിന്ന് ഓണേഴ്സ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്റർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, പേഴ്സണൽ യൂസിന് വേണ്ടി ക്യാഷോ അല്ലെങ്കിൽ ഗുഡ്സോ വിഡ്രോ ചെയ്താൽ, പിൻവലിച്ചാൽ അതിനെ ഡ്രോയിങ്സ് എന്ന് പറയും. ഡ്രോയിങ്സ് ക്യാപിറ്റൽ എമൗണ്ട് അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് റെഡ്യൂസ് ചെയ്യിക്കും. നെക്സ്റ്റ് ടേം, പർച്ചേസസ്. Purchases are total amount of goods procured by a business on credit and on cash for use or sale. ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ വിൽപ്പന നടത്തി ലാഭം ഉണ്ടാക്കാനോ വേണ്ടി പണം കൊടുത്തോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ബേസിസിലോ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെയാണ് പർച്ചേസസ് എന്ന് പറയുന്നത്. പർച്ചേസ് എന്നാൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് മാത്രമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പർച്ചേസ് ഓഫ് അസറ്റ്സ് പർച്ചേസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നതല്ല. In a trading concern, purchases are made of merchandise for resale with or without processing. ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ, ട്രേഡിംഗ് ബിസിനസ് ആണ് നടത്തുന്നതെങ്കിൽ അവിടെ പർച്ചേസ് എന്ന് പറയുന്നത് റീസെയിൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. അവിടെ പ്രോസസ്സിംഗ് നടത്താതെയാണ് സെയിൽ നടക്കുന്നത്. In a manufacturing concern, raw materials are purchased, processed further into finished goods and then sold. അതേസമയം മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ റോ മെറ്റീരിയൽസ് വാങ്ങിച്ചതിന് ശേഷം അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് സെയിൽ നടത്തുന്നത്. പർച്ചേസസ് മേ ബി ക്യാഷ് പർച്ചേസ് ഓർ ക്രെഡിറ്റ് പർച്ചേസ്. പർച്ചേസ് എന്നുള്ള കാറ്റഗറിയിൽ ക്യാഷ് പർച്ചേസും പെടുന്നുണ്ട്, അതേപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസും പെടുന്നുണ്ട്. നെക്സ്റ്റ് ടേം, സെയിൽസ്.
Sales are total revenues from goods or services sold or provided to customers. Sales may be cash sales or credit sales. സാധനങ്ങളോ സേവനങ്ങളോ കസ്റ്റമേഴ്സിന് നൽകിയോ വിൽപ്പന നടത്തിയോ ലഭിക്കുന്ന വരുമാനത്തെയാണ് സെയിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അസറ്റ്സ് സെയിൽ ചെയ്ത് കിട്ടുന്ന വരുമാനം സെയിൽസിൽ ഉൾപ്പെടുന്നില്ല. നെക്സ്റ്റ് ടേം വൗച്ചർ. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി എവിഡൻസിനെയാണ് വൗച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് വൗച്ചർ. ഫോർ എക്സാമ്പിൾ, സപ്പോസ് യു വെൻറ്റ് ടു എ ടെക്സ്റ്റൈൽ ഷോപ്പ്. അവിടുന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സ് വാങ്ങി. ആ സമയത്ത് ക്യാഷ് അടച്ചാൽ നമുക്കൊരു ക്യാഷ് മെമ്മോ അവർ തരും. അതുപോലെ ക്രെഡിറ്റിനാണ് സാധനം വാങ്ങുന്നതെങ്കിൽ ഇൻവോയ്സ് ആയിരിക്കും ലഭിക്കുക. പിന്നീട് പേയ്മെൻറ്റ് നടത്തുമ്പോൾ റെസീറ്റ് തരും. ഈ ക്യാഷ് മെമ്മോ, ഇൻവോയ്സ്, റെസീറ്റ് ഇതൊക്കെ ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ തെളിവുകളാണ്. ഇതിനെയാണ് വൗച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം സ്റ്റോക്ക്. സ്റ്റോക്കിൻ്റെ വേറൊരു പേരാണ് ഇൻവെൻട്രി. സ്റ്റോക്ക് ഈസ് എ മെഷർ ഓഫ് സംതിങ് ഓൺ ഹാൻഡ്, ഗുഡ്സ്, സ്പെയർസ് ആൻഡ് അതർ ഐറ്റംസ് ഇൻ എ ബിസിനസ്. ഇറ്റ് ഈസ് കോൾഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ്. In a trading concern, the stock on hand is the amount of goods which are lying unsold as at the end of an accounting period. Is called closing stock. In a manufacturing company, closing stock comprises raw materials, semi-finished goods and finished goods on hand on the closing date. ഏത് ഗുഡ്സാണോ ഒരു ബിസിനസ് സ്ഥാപനം ഡീൽ ചെയ്യുന്നത് അതിനെയാണ് സ്റ്റോക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ സ്റ്റോക്ക് എന്നതിൽ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതേപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സെയിൽ ചെയ്യാത്ത ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതെല്ലാം സ്റ്റോക്ക് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. സ്റ്റോക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക്, രണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക്. ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റോക്കിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതേപോലെ ഒരു അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുമ്പോൾ, അവസാനിക്കുമ്പോൾ കൈവശമുള്ള സ്റ്റോക്കിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next term, revenue. These are the amounts of the business earned by selling its products or providing services to customers. ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ ഗുഡ്സ് സെയിൽ ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയോ ലഭിക്കുന്ന എമൗണ്ടിനെ അല്ലെങ്കിൽ ഇൻകത്തിനെ റവന്യൂ എന്ന് പറയുന്നു. സെയിൽസിലൂടെ ലഭിക്കുന്ന എമൗണ്ടിനെ സെയിൽസ് റവന്യൂ എന്ന് പറയും. റവന്യൂവിന് തന്നെ പറയുന്ന വേറൊരു പേരാണ് ഇൻകം. റെൻറ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ് ഇതെല്ലാം മറ്റു തരത്തിലുള്ള റവന്യൂ അല്ലെങ്കിൽ ഇൻകത്തിൽ പെടുന്നവയാണ്. നെക്സ്റ്റ് ടേം എക്സ്പെൻസസ്. കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ ആർ നോൺ ആസ് എക്സ്പെൻസസ്. Generally, expenses are measured by the cost of assets consumed or services used during an accounting period. ഒരു ബിസിനസ്സിൽ റവന്യൂ ഏൺ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മെഷീനറി യൂസ് ചെയ്യണം. ഈ മെഷീനറി യൂസ് ചെയ്യുമ്പോൾ ആ മെഷീനറിക്ക് തേയ്മാനം അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ സംഭവിക്കും. ഡിപ്രീസിയേഷൻ ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഏർണിംഗ് റവന്യൂ. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അതേപോലെ തന്നെ ആ ബിസിനസ്സിന് ഇൻകം ഉണ്ടാക്കണമെങ്കിൽ അവിടെ എംപ്ലോയീസ് ഉണ്ടാവണം, അവർ വർക്ക് ചെയ്യണം, അവർക്ക് സാലറി അല്ലെങ്കിൽ വേജ് കൊടുക്കണം. ഇതും കോസ്റ്റ് ഇൻകേർഡ് ഫോർ ഏർണിംഗ് റവന്യൂ ആണ്. അതുകൊണ്ട് സാലറി, വേജസ് എല്ലാം എക്സ്പെൻസിൽ പെടുന്നവയാണ്. ഇന്ന് നമ്മൾ കുറച്ച് ടേംസ് ഡിസ്കസ് ചെയ്തു. ബാക്കി ഒരുപാട് ടേംസ് ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് പഠിച്ച ടേംസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിലെ ബാക്കി ടോപ്പിക്സ് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.